ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സർവീസ് സെൻ്ററാണ്, നമ്മളുടെ ഒരു സ്വന്തം സർവീസ് സെൻ്ററാണ്. അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും ടി വി എല്ലാവരും കണ്ടിട്ടുണ്ടാവും, LED TV എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സർവീസ് സെൻ്ററിൽ പോയിട്ട് ഇതിൻ്റെ ഈ ഒരു ടി വിയുടെ ഉള്ളിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത്, ഈ ടി വിയുടെ അകത്തുള്ള ഭാഗങ്ങൾ, ആ ടി വിയുടെ ഒരു സർവീസ് ചെയ്യാൻ പോകുന്നൊരു ടി വിയുടെ ഭാഗങ്ങൾ ഒന്ന് പറയാമെന്ന് ചോദിച്ചാണ്. ഞങ്ങളുടെ സ്വന്തം സർവീസ് സെൻ്ററാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സർവീസ് സെൻറ്റർ. അതിൻ്റെ ഉൾഭാഗം നമുക്ക് സെയിൽസ് ഉണ്ട്, അതോടൊപ്പം തന്നെ സർവീസാണ് ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഓഫറുകൾ. ഞങ്ങൾ എല്ലാത്തരം ടി വികളും ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു വെച്ചിരിക്കുന്ന ടി വികളാണ്. ഇതാണ് നമ്മൾ ടി വി അയച്ചു വെച്ചത്. അപ്പോൾ നമുക്ക് ഒരു ടി വിയുടെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. സാധാരണ നമ്മൾ ഫ്രണ്ടിൽ നമുക്ക് കാണുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് എന്തൊക്കെയുണ്ട് എന്നൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് 2 സർക്യൂട്ട് ബോർഡാണ് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും മെയിനായിട്ടുള്ളത്. ഒന്ന് ഇതെൻ്റെ സ്പീക്കറാണ്. ഇത് സ്പീക്കറാണ്, 60 വാട്ട്സ് 10 വാട്ട്സിൻ്റെ സ്പീക്കറാണത്. അതേപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം. ഇത് ഫസ്റ്റ് കാണുന്നതാണ് അതിൻ്റെ പവർ സപ്ലൈ. ഈ ടി വിക്ക് വേണ്ട അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഡിസ്പ്ലേ, അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ മദർ ബോർഡ്, ഇതൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ട പവർ സപ്ലൈ ആണ്. അതാണ് ഒരു പവർ സപ്ലൈ. പിന്നെ ഇത് 2 സ്പീക്കർ, താഴെ കാണുന്നത് 2 സ്പീക്കർ. ഇതാണ് പവർ സപ്ലൈയുടെ ഒന്ന് ക്ലോസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതിൽ ഉള്ള കമ്പോണൻസ് എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. അതേപോലെ ഇതാണ് അതിൻ്റെ മെയിൻ ബോർഡ്. ഈ ഒരു മദർ ബോർഡിലാണ് ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ എല്ലാ ഫങ്ഷനും ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നടുക്ക് കാണുന്ന ആ ഒരു ചിപ്പാണ് ഒരു XD എന്ന് പറഞ്ഞാൽ അതൊരു മൈക്രോ പ്രോസസ്സറാണ്. ഈ പ്രോസസ്സറാണ് ഇതിൻ്റെ കണക്ടർ എല്ലാം കാണാൻ പറ്റും. ഇതിൻ്റെ ജാക്കുകളാണ്. നമ്മൾ കേബിളെല്ലാം പുറത്തുനിന്ന് കണക്ട് ചെയ്യുമ്പോൾ അതെല്ലാം ഇതിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ജാക്ക്, അതിൻ്റെ USB കേബിൾ, HDMI കേബിൾ, ഇതെല്ലാം കണക്ട് ചെയ്യാനുള്ള ജാക്കുകളാണ്. ഇതാണ് അതിൻ്റെ മെയിൻ പ്രോസസ്സർ. അതിൻ്റെ ഒരു മൈക്രോ ചിപ്പാണിത്. അപ്പോൾ ഈ ഒരു ചിപ്പാണ് ഈ ടി വിയുടെ ഫുൾ കൺട്രോൾ. ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഇതിൽ ആണ്. ഇതിൻ്റെ സോഫ്റ്റ്വെയറും ഈ ചിപ്പിലാണ് ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആണ് ഈ മെയിൻ ചിപ്പ് XD. ആ ഒരു ചിപ്പിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും ചെയ്യണത്. ഇതാണ് ഇതിൻ്റെ മെയിൻ സർക്യൂട്ട് ബോർഡ്. വേറെ ഒന്നും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ടി വിയുടെ പുറകുവശത്തോടെ അതിൻ്റെ ഒരു പാർട്സ് ഒന്നുമില്ല. ഇതാണ് മെയിനായിട്ടുള്ള പാർട്സ്. ഇതാണ് സ്പീക്കർ, 6 ohms 10 വാട്ട്സിൻ്റെ സ്പീക്കറാണ്. ഇതിപ്പോൾ ഇതൊരു LGയുടെ ടി വിയാണ്. LGയുടെ ഒരു 43 ഇഞ്ചിൻ്റെ ഒരു ടി വി ഞങ്ങൾ അതിൻ്റെ ഉൾഭാഗമാണിത്. LED ടി വിയാണ് LGയുടെ. സിക്സ് ഓംസ് 10 വാട്ട്സ് സ്പീക്കർ, അതിൻ്റെ പവറാണ് സ്പീക്കറിൻ്റെ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പാനൽ എന്ന് പറഞ്ഞാൽ, അതാണ് ഇതിൻ്റെ സ്ക്രീൻ. ഇതാണ് ഇതിൻ്റെ ഈ സ്ക്രീനിലാണ് നമ്മൾ ഇതാണ് ഡിസ്പ്ലേ ബോർഡ്, സ്ക്രീൻ പാനൽ. ഇതിൽ കുറേ സർക്യൂട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, നല്ല മൈക്രോസ്കോപ്പൊക്കെ വെച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ പിക്സലെല്ലാം ഇതിൽ പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫ്രണ്ട് പാനലിൽ അതിൻ്റെ ഡിസ്പ്ലേ ചെയ്യാനുള്ള നമ്മൾ ആ റെസൊല്യൂഷൻ്റെ അനുസരിച്ച് പിക്സലുകൾ അതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗം നോക്കിയാൽ ഇതാണ് എൻ്റെ ബാക്ക്. നമ്മൾ നിർത്തി വെച്ചിട്ട് നോക്കാം. ഈ ഡിസ്പ്ലേ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആ സർക്യൂട്ട് ബോർഡ്, ആ ബാക്കിൽ കാണുന്ന ലോജിക് ബോർഡ്, മെയിൻ മദർ ബോർഡ് എന്ന് പറയാം. ആ ഒരു ബോർഡാണ് ഇതിൻ്റെ മൊത്തം ഡിസ്പ്ലേ
കൺട്രോൾ ചെയ്യണത്. ഡിസ്പ്ലേ എല്ലാം ഇതിൽ പിക്ചർ നമ്മൾ വീഡിയോ എല്ലാം കാണുന്നത് അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ അതിലാണ്. ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറേ സർക്യൂട്ട് പിക്സൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ മൈന്യൂട്ടാണ്. നമുക്കത് ഓരോ അതിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച് ഇപ്പോൾ HD, ഫുൾ HD, അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് അതിൻ്റെ പിക്സൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പിക്സൽ സർക്യൂട്ട് അതിനകത്ത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമുക്കത് കാണാൻ പറ്റില്ല, പക്ഷേ അതിനകത്ത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ സർക്യൂട്ട് ഓൾറെഡി. ഈ കവറിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട്, ഈ ബാക്ക് ലൈറ്റ്. ആ ലൈറ്റ് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പിക്ചർ ഡിസ്പ്ലേ ആവണത്. ഈ മെയിൻ ബോർഡിൽ നമ്മൾ ഡിസ്പ്ലേ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകുവശത്തായിട്ടുള്ള ഒരു ഒരു ബാഗുണ്ട്, ഒരു കവറുണ്ട്. അതിനകത്ത് ഉള്ള ലൈറ്റുകൾ LED ലൈറ്റ് അത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡിസ്പ്ലേ കൃത്യമായിട്ട് തെളിഞ്ഞ് കാണുന്നത്. ഇതിൻ്റെ ഈ ഡിസ്പ്ലേ തന്നെ പല ടൈപ്പ് ഉണ്ട്. അത് HD, ഫുൾ HD. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഫുൾ HD എന്താണ്, HD എന്താണ്, 4K എന്താണ്, 8K എന്താണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 8K ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.